നമസ്കാരം. ആവശ്യമില്ലാതെ ആരിൽ നിന്നും ഔദാര്യം കൈപ്പറ്റുകയോ ഔദാര്യം നൽകുകയോ ചെയ്യരുത്. കാരണം പിന്നീട് അതെല്ലാം ബാധ്യതയായി മാറുക തന്നെ ചെയ്യും. പതിവിൽ വിപരീതമായി യജമാനന്റെ വീടുമുറ്റത്ത് നിന്ന് ഒരുപാട് നായ്ക്കൾ പരസ്പരം വഴക്കിടുകയും കടിപിടി കൂട്ടുകയും ബഹളം വെക്കുകയും ചെയ്യുന്നത് കേട്ട് ആ വീട്ടിലെ ജോലിക്കാരന്റെ ഭാര്യ അവരുടെ ഭർത്താവിനോട് ചോദിച്ചു, ഇത്രയും ദിവസം യജമാനനും ഭാര്യയും അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, ഇന്ന് എന്താണ് ആ വീടിന്റെ മുറ്റത്ത് ഒരുപാട് നായ്ക്കൾ കടിപിടി കൂടുന്ന ബഹളം കേൾക്കുന്നത്? ഇത് കേട്ട് അവരുടെ ഭർത്താവ്, ആ വലിയ വീട്ടിലെ ജോലിക്കാരൻ, അവളോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ആവശ്യമില്ലാതെ ഔദാര്യങ്ങൾ ആഗ്രഹിക്കുകയോ കൈപ്പറ്റുകയോ ചെയ്യരുത് എന്ന്. കാര്യം അന്വേഷിച്ചപ്പോൾ അയാൾ തന്റെ ഭാര്യയോട് പറഞ്ഞു, യജമാനനും ഭാര്യയും 10-15 ദിവസമായിട്ട് വിദേശ യാത്രയിലായിരുന്നു. ആ ദിവസങ്ങളിൽ അവരുടെ വീട്ടിലേക്ക് ആവശ്യമായി കൊണ്ടുവന്നിരുന്ന പാല് എന്നോട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ യജമാനനോട് സ്നേഹത്തോടെ അത് നിരസിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്നോട് നീരസം തോന്നി. എന്നോടുള്ള വാശിക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞു, എല്ലാ ദിവസവും പാല് ആ ഗേറ്റിന്റെ അകത്ത് ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചേക്ക്, വല്ല തെരുവ് നായ്ക്കളും കുടിച്ചോട്ടെ എന്ന്. വളരെ കാര്യമായിട്ട് അദ്ദേഹം അത് പറഞ്ഞു. ഞാനത് അനുസരിക്കുകയും ചെയ്തു. 15 ദിവസമായി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന പാല് ഞാൻ ആ പാത്രത്തിൽ ഒഴിച്ചു വെക്കുകയും എല്ലാ ദിവസവും വീട്ടുമുറ്റത്ത് വന്ന് തെരുവ് നായ്ക്കൾ അത് കുടിക്കുകയും ചെയ്തു. എന്നാൽ 15ാമത്തെ ദിവസത്തിന്റെ രാത്രിയിൽ യജമാനനും ഭാര്യയും യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു. 16ാമത്തെ ദിവസത്തിലെ പാല് അവരവരുടെ വീട്ടുപയോഗത്തിനെടുത്തു. എന്നാൽ ഈ എല്ലാ ദിവസവും കൃത്യസമയത്ത് പാല് ലഭിച്ചുകൊണ്ടിരുന്ന ഈ നായ്ക്കളാകട്ടെ ഈ 16ാമത്തെ ദിവസം ഈ പാല് കുടിക്കാനായി വീട്ടുമുറ്റത്തേക്ക് വന്നു. തങ്ങൾക്ക് ആഗ്രഹിച്ചു വന്നത് കിട്ടാതെ വരികയും ദിവസങ്ങളോളം ലഭിച്ചത് ലഭിക്കാതെ വന്നപ്പോൾ നായ്ക്കൾക്ക് നീരസമുണ്ടായി. നായ്ക്കൾ തമ്മിൽ തമ്മിൽ ബഹളമുണ്ടാക്കുകയും ഈ പാലിന് വേണ്ടി ആ വീട്ടുവാതിക്കൽ ആക്രോശിക്കുകയും ചെയ്യുകയാണ്. ഭാര്യ ചോദിച്ചു, അതുകൊണ്ട് ഇത് തന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, അവർക്ക് വേണ്ടാത്തത് ഔദാര്യമായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ എൻ്റെ മക്കളും ഈ 15ാമത്തെ രാത്രി മുതൽ പിറ്റേ ദിവസം മുതൽ നമ്മളോട് ഇതിനു വേണ്ടി വാദിക്കുകയും നമ്മുടെ മുൻപിൽ കരയുകയും നമ്മുടെ മുൻപിൽ സങ്കടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആവശ്യമില്ലാതെ ആരിൽ നിന്നും ഔദാര്യങ്ങൾ കൈപ്പറ്റരുത്. പിന്നീട് അതിനൊക്കെ വില കൊടുക്കേണ്ടി വരുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ തരുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഇഷ്ടമാണ്. അവരിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും നമുക്കെതിരെ മറ്റുള്ളവർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഏത് കാര്യവും മക്കളോടാണെങ്കിലും അയൽക്കാരോടാണെങ്കിലും ആരോടാണെങ്കിലും ആവശ്യമില്ലാത്ത ഔദാര്യങ്ങൾ കൊടുത്ത് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ശത്രുക്കളാക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. നന്ദി, നമസ്കാരം.